ധനത്തിലും സ്ഥാനത്തിലും സമ്പത്തിലും എല്ലാം ഉയർന്നവരായി മാറി അവസാനം നരകത്തിൽ പോകാനല്ല. ഈ സമ്പത്തും സ്ഥാനവും ധനവും ഈ ഭൂമിയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പിശക്കാരനായ ലാസറു നിത്യതയിലേക്ക് പ്രവേശിച്ചതുപോലെ ലോകത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകളെ വിശ്വസിച്ച് പ്രമാണിച്ച് പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. എല്ലാം നേടിയിട്ട് ലോകത്തിൽ കാണപ്പെടുന്ന സർവ്വ നന്മകളും നേടിയിട്ട് അവസാനം നമ്മുടെ ജീവിതം നിത്യനരകത്തിലേക്ക് പോയാൽ അത് വളരെ ദുഃഖകരമായി തീരും. അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മളെ തന്നെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ഒരു പട്ടണം, ആ പട്ടണം ചെറിയ പട്ടണമായിരുന്നു. ചിലപ്പോൾ മീര സിറ്റിയെ പോലെയോ മാർത്തോമ സിറ്റിയെ പോലെയോ ചെറിയൊരു പട്ടണം. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം മാങ്കുളത്ത് പോയപ്പോഴും അവിടെ കുവൈറ്റ് സിറ്റി ഉണ്ട്. യഥാർത്ഥത്തിൽ പക്ക ഗ്രാമമാണ്, പക്ഷെ പേരിട്ടിരിക്കുന്നത് കുവൈറ്റ് സിറ്റി. അതേപോലെ ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു ദിവസത്തിൽ ഒരു വലിയ രാജാവ്, ഭയങ്കരനായ ഒരു രാജാവ് വന്ന് ആക്രമിച്ച് കോട്ടകളൊക്കെ പണിത് അവരെ അനങ്ങാത്ത രീതിയിൽ ആക്കി വെച്ചു. പക്ഷേ ആ വ്യക്തികളുടെ ഇടയിൽ, ആ ദേശത്ത് പാർത്ത വ്യക്തികളുടെ ഇടയിൽ ഒരു സാധുവായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. ആ ജ്ഞാനി തനിക്ക് ലഭിച്ച ജ്ഞാനത്താൽ അവൻ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് ബലമില്ലായിരിക്കാം, സ്ഥാനമില്ലായിരിക്കാം, മാനമില്ലായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൽ സ്ഥാനമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം, ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ജയാളിയായി ജീവിക്കാൻ കഴിയും. അടുത്തിൽ ഇരിക്കുന്നവരുടെ കരങ്ങളെ പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറയാം. ഹല്ലേലൂയ. അങ്ങനെ സഭാപ്രസംഗി നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ വെളിപ്പെടുത്തുന്നതും എല്ലാം ദൈവിക കാര്യങ്ങളാണ്. ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന ദൈവിക കാര്യങ്ങളാണ്. അതിൽ സംഭവങ്ങളോ കഥകളോ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പ്രോവബ്സ് പോലെ അനുഭവത്തോടു കൂടി ദൈവം കൊടുത്ത വെളിപ്പാടിനനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങളാണ് സഭാപ്രസംഗിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതും അവനെ ജീവിപ്പിച്ചതും അവന് ജീവൻ കൊടുത്തതും അവൻ തനിക്ക് വേണ്ടി ജീവിക്കാനല്ല, അതോടൊപ്പം അവൻ ആർക്കു വേണ്ടി ജീവിക്കണം? കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കും ദൈവത്തിനും ജീവിക്കാനാണ് ദൈവം ഓരോ മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെ പുറകിലും ദൈവത്തിൻ്റെ കരം അനുദിനവും ഉണ്ടായിരിക്കും. അതാ സഭാപ്രസംഗി നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാ വേളകളിലും എല്ലാ സാഹചര്യങ്ങളിലും മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം പോകുന്ന എല്ലാ മേഖലകളും ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിച്ചാൽ, ഗീവ് പ്രയോറിറ്റി, എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കാനാണ് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നവനെ, ആശ്രയിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. നമുക്കറിയാം, 1-1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ അപ്പന്മാരെടുത്ത് ടോസ് ചെയ്ത് എറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എത്ര കുഞ്ഞുങ്ങളെ എടുത്ത് എറിഞ്ഞാലും ഈ പിള്ളേർ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും. കാരണം എന്താണെന്നറിയാമോ? അതിനറിയാം, ഞാൻ ആരുടെ കയ്യിലാണ് തിരിച്ചു വരുന്നത്? ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് തിരിച്ചു വരുന്നത്. അതാണ് ആശ്രയം എന്ന് പറയുന്നത്. നാം ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഒരിക്കലും സർവശക്തനായ ദൈവം കൈവിടത്തില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ ജ്ഞാനത്തെ പകരുവാൻ ഇടയായി തീരും. ഭക്തൻ നമുക്ക് തന്ന എല്ലാ ആലോചനകളും ദൈവികമായുള്ള ആലോചനകളും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആലോചനകളുമായിരിക്കുന്നത് കൊണ്ട് അതിൽ പൂർണ്ണമായി ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ സഭാപ്രസംഗി സഭാപ്രസംഗി വേദപുസ്തകത്തിലെ സമഗ്രമായ ഘടകമാണ്.
നമുക്ക് ആഴമേറിയ ചിന്തകളും ആഴമുള്ള അനുഭവങ്ങളുമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ലോകപ്രകാരമായ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയിലും ആശ്രയിച്ച് അതിൽ നന്മ കാണുന്ന അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നതിനേക്കാളും ഉപരി ദൈവത്തിൽ നിന്ന് കാത്തിരുന്ന് ദൈവിക ആലോചന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതാണ് ഉത്തമമെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നത്. നമുക്കറിയാം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇന്ന് നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നാം. നാളെ നമുക്കറിയത്തില്ല എന്തായി തീരും. ഈ സമ്പത്തുണ്ടാകുമോ, ഈ മഹത്വം ഉണ്ടാകുമോ, ഈ ആരോഗ്യം ഉണ്ടാകുമോ, നാളെ ജീവിച്ചിരിക്കുമോ എന്ന് ഒരു മനുഷ്യർക്കും വ്യക്തമായി പറയാനേ സാധ്യമല്ല. എന്താണ് ഉറപ്പ്? ഉറങ്ങിയിട്ട് നാളെ എഴുന്നേൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? ആർക്കും ഉറപ്പില്ല. എന്നിട്ടും നമ്മളെല്ലാവരും രാവിലെ എണ്ണിക്കാൻ 5 മണിക്ക് അലാമൊക്കെ വെച്ചിട്ട് എണ്ണിക്കും. അതിൻ്റെ അർത്ഥമാണ് പ്രത്യാശ. നാളെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരി ഇന്ന് ഉറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമോ എന്നുള്ള വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരി പ്രത്യാശയോടെ ജീവിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ജ്ഞാനത്തോട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് ജയത്തോട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് സഭാപ്രസംഗി 9-ാമത്തെ അധ്യായം നമ്മളോട് കൽപ്പിക്കുന്നത്. അതിൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ വെറുതെ അറിവ് സമ്പാദിക്കുന്നതല്ല. നമ്മളെല്ലാവരും പൊതുവെ പുസ്തകങ്ങൾ വായിക്കും, ന്യൂസ് പേപ്പേഴ്സ് വായിക്കും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം വായിക്കും. അതേപോലെ വേദപുസ്തകങ്ങളെ നമ്മൾ വായിക്കും. നന്നായിട്ട് ആരെയും വായിച്ച് ശോധന ചെയ്ത് വായിച്ച് അറിവ് സമ്പാദിക്കുന്ന കൂട്ടത്തിലാണ് ഭൂരിപക്ഷ വിശ്വാസികളും ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ നാം പ്രാപിച്ച അറിവിനെ നല്ല രീതിയിൽ തക്ക സമയത്ത് അത് വിവേകിച്ചറിഞ്ഞ് ആ സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്നതാണ് ജ്ഞാനം. ആമേൻ. അറിവെല്ലാവർക്കും സമ്പാദിക്കാം. പക്ഷെ സമ്പാദിച്ച നിങ്ങൾ ഏത് സാഹചര്യത്തിലും എപ്പോൾ അത് റൈറ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നതാണ് ജ്ഞാനം. സഭാപ്രസംഗി സദൃശ്യവാക്യം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തൻ്റെ വീട് പണിയുന്നു, പോഷത്വം ഉള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, പോഷൻ്റെ വായിൽ കമ്പത്തിൻ്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളും. മൂഢൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നടപ്പിനാൽ തൃപ്തി വരും, ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, പോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഇതെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളല്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ ഒത്തിരി ഇൻസ്പയർ ചെയ്യും, നമ്മളെ ഒത്തിരി ശുദ്ധീകരിക്കും, നമ്മളെ അച്ചടക്കത്തോടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു ഭാഗങ്ങളാണ് നാം വായിച്ചത്. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നെ ഒത്തിരി ആകർഷിക്കുകയും എന്നെ ഒത്തിരി ശുദ്ധീകരിക്കുകയും എന്നെ ഒത്തിരി ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ഭാഗങ്ങളായി എനിക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലം മുഴുവനും ലോകം നമ്മളിലിരുന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് സ്ഥാനമുണ്ടോ, മാനമുണ്ടോ, ധനമുണ്ടോ, പണമുണ്ടോ, പൊസിഷൻ, ഇതെല്ലാമാ ലോകം നമ്മളിലിരുന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും എന്നിൽ ജ്ഞാനമുണ്ടോ എന്ന് ഒരിക്കലും ലോകം പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ ദൈവം നമ്മളിലിരുന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ജ്ഞാനമുണ്ടോ. ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ജയാളിയായിട്ട് ജീവിക്കാൻ സാധിക്കും. ജ്ഞാനമുള്ളവരുടെ വാക്കുകളെല്ലാം ചുരുങ്ങിയ വാക്കുകളായിരിക്കും, ആൻസറെല്ലാം വളരെ ഷോർട്ടായിരിക്കും, ഒത്തിരി സംസാരിക്കത്തില്ല ജ്ഞാനമുള്ളവർ. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ സമയമൊക്കെ കുറച്ച് വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാണല്ലോ. നമുക്ക് അറിയാം, നമ്മളെല്ലാവരും തത്തമ്മയെ കണ്ടിട്ടുള്ളവരാ. തത്തമ്മ എല്ലാവർക്കും ഇഷ്ടമാണ്. തത്തമ്മ നല്ല രസമാണ് കാണാൻ, അല്ലേ? കൂടാതെ അത് നന്നായിട്ട് സംസാരിക്കും. ഇതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടമാണ്.
പക്ഷെ നിങ്ങൾക്കറിയാമോ, തത്തമ്മ പറക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരു ഹൈറ്റിൽ കൂടെ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പറക്കത്തില്ല. ഇത് വെറുതെ സംസാരിക്കാനും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ, ജനങ്ങളെ ആകർഷിക്കാൻ അറിയാം. പക്ഷേ ഉന്നതങ്ങളിലും ഉയരത്തിലേക്കും ആകാശത്തെ തൊടുവാൻ തക്കവണ്ണം ഇതിന് പറക്കാൻ എന്തില്ല, കഴിയത്തില്ല. കാരണം അത് തത്തമ്മ ഇറ്റ്സ് വെരി ബിസി ഇൻ ടോക്കിംഗ്. പക്ഷേ കഴുകൻ അങ്ങനെയല്ല, അത് വളരെ സൈലൻ്റ്. ആരെങ്കിലും കഴുകന്മാർ സൗണ്ട് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത് സംസാരിക്കത്തില്ലെങ്കിലും ഇറ്റ് ഈസ് ഗോട്ട് ദ പവർ ടു ടച്ച് ദ സ്കൈ. നീ മൗനം പാലിക്കുന്നത് കൊണ്ട് നീ പരാജയപ്പെട്ടവനല്ല. പ്രതികൂലത്തിൻ്റെ നടുവിലും നീ മൗനം പാലിച്ചാൽ അതിൻ്റെ അർത്ഥം നീ കഴുകനെ പോലെയാ, നീ ശക്തിമാനാണ്. തത്തമ്മയ്ക്ക് തൊടാൻ കഴിയാത്ത മേഖലയിൽ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ടച്ച് ദ സ്കൈ. മനസ്സിലാകുന്നവർ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവനും നാം ജ്ഞാനത്തോട് ജീവിക്കുവാണെങ്കിൽ നമ്മുടെ വാക്കുകളെല്ലാം ജ്ഞാനത്തോടിരിക്കും. ജ്ഞാനമുള്ളവൻ എപ്പോഴും അവൻ്റെ വാക്കുകളെല്ലാം ശാന്തമായിരിക്കും. നമുക്കറിയാം, വീട്ടിൽ ഏറ്റവും ഒച്ച വയ്ക്കുന്നത് ആരാന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, വീട്ടിൽ അഥവാ ഒച്ചയ്ക്ക് സംസാരിച്ച് ആരായിരിക്കും ഒച്ചയ്ക്ക് സംസാരിക്കുന്ന? ആരായിരിക്കട്ടെ, ജ്ഞാനമില്ലാത്തവർ. സ്ത്രീകൾ എന്ന് പറയാനേക്കാളും ഉപരി ഞാൻ ഒത്തിരി വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്ത്രീകളെക്കുറിച്ച് സദർശവാക്യത്തിൽ ഒത്തിരി എഴുതാൻ കാരണം അവൻ 1000 പെണ്ണ് കെട്ടിയതുകൊണ്ടാണ്. അവൻ ദിനം പ്രതി കണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. അതുകൊണ്ട് പിണങ്ങിപ്പോകരുത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സത്യമായ കാര്യമോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങിപ്പോകരുത്. അപ്പം സത്യമായ കാര്യങ്ങൾ സത്യമായിട്ട് അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ആ സത്യത്തിലേക്ക് വഴി നടത്തുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ വീട്ടിൽ ഒച്ചപ്പാടുമൊക്കെ ബഹളമൊക്കെ വയ്ക്കുന്നവർ ദൈവത്തെ ഒട്ടും ഭയമില്ലാത്തവരാണ്. ദൈവത്തെ ഭയമുള്ളവർ വീട്ടിൽ ഒരിക്കലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകത്തില്ല. ശരിയാണോ? ശരിയാണ്. ശരിയെന്ന് പറയുന്നവർ കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. 2 പേരെങ്കിലും സ്തോത്രം പറഞ്ഞല്ലോ, അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. കാരണം ഒരു മനുഷ്യനെ പണിയാൻ ആഗ്രഹിക്കണമെങ്കിൽ പണിയാൻ ആഗ്രഹമുള്ള വാക്കുകളും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഒരു മനുഷ്യനെ പൊളിക്കണമെങ്കിലും അവനെ പൊളിക്കാനുള്ള വാക്കുകളും അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരു മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള വാക്കുകളുമുണ്ട്. ഒരു മനുഷ്യനെ നിരാശപ്പെടുത്തണമെങ്കിൽ നിരാശപ്പെടുത്തുന്ന വാക്കുകളും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരു മനുഷ്യനെ നല്ലപടിയായി ചിത്രിക്കണമെങ്കിൽ അതിനുള്ള വാക്കുകളുണ്ട്. ഒരു പരിഹസിക്കണമെങ്കിൽ പരിഹസിക്കുന്ന വാക്കുകളുമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വേറൊരുത്തനെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കുന്ന വാക്കുകളുമുണ്ട്. ഇല്ല, ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടുന്ന വാക്കുകളുമുണ്ട്. സമാധാനത്തോട് സംസാരിക്കുന്ന വാക്കുകളുമുണ്ട്. ആമേൻ. എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ കഴിയുന്നവരും നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ ജീവിക്കണം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നത് ആരാ? യേശു കർത്താവ്. നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും വയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്തായിരിക്കും വിചാരിക്കുന്നത്? എന്ത് ചെയ്യുമായിരിക്കും? 2 കരമെടുത്ത് ചെവി പൊത്തിപ്പിടിക്കുമായിരിക്കും അല്ലേ? കാരണം ഇന്ന് വീട്ടിൽ ഭർത്താക്കന്മാർക്ക് റോളില്ലാത്തതുപോലെ ഒരു സഭയിലും കർത്താവിന് റോളില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിൽ കർത്താവ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാം തീരുമാനിക്കുന്നത് സംഘടനകളാണ്. അതേപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാ? മണവാട്ടിയ. ആമേൻ. ഞാൻ പറഞ്ഞ കാര്യമല്ല, എന്നോട് ദേഷ്യപ്പെട്ടെടുത്ത് കേട്ടോ, ബൈബിളിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സോളമോൻ രാജാവിനെ വിളിച്ച് പറഞ്ഞേക്കണം. ഇതെൻ്റെ കാര്യമേ അല്ല, ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്. പോഷൻ്റെ വായിൽ കമ്പത്തിൻ്റെ വടിയുണ്ട്. കമ്പത്തിൻ്റെ വടിയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലരുണ്ടല്ലേ, എന്ത് പറഞ്ഞാലും എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു തോന്നല. ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാം അറിയാമെന്ന് ജീവിക്കുന്ന നടക്കുന്ന ഒരാളുണ്ട്, ചിലരുണ്ട്. എന്ത് പറഞ്ഞാലും അറിയാത്ത ഒരു വിഷയമില്ല, എല്ലാം അറിയാം ഞാൻ എന്നുള്ള മനോഭാവത്തോടു കൂടെ ജീവിക്കുന്നവരുണ്ട്. ഒരിക്കൽ
ഒരു കാട്ടിൻ്റെ അകത്തൊരു റോസാപ്പൂ നിന്നു, ഒരു റോസ് ചെടിയിൽ. ഇത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇതിൻ്റെ അടുത്ത് നിന്നത് ഒരു കാക്ടസ് മരമായിരുന്നു, ചെടി. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് റോസാപ്പൂ ഇടയ്ക്കിടയ്ക്ക് ഈ കാക്ടസോടെ പറയും, കണ്ട എൻ്റെ സൗന്ദര്യം നീ കണ്ടോ, എൻ്റെ സൗന്ദര്യം നീ കണ്ടോ എന്ന് പറയും. ഇങ്ങനെ ഓരോ ദിവസവും അനാവശ്യമായ വാക്കുകൾ കൊണ്ട് ഈ കാക്ടസിനെ എന്ത് ചെയ്യും, വേദനിപ്പിക്കും. കാരണം കാക്ടസിനേക്കാളും കുറച്ച് ഉയരമുണ്ട്, കാണാനും എന്തുണ്ട്, സൗന്ദര്യമുണ്ട്, അതിൽ നിന്ന് നല്ല മണവും വരുന്നുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഉഷ്ണകാലം തുടങ്ങി, മഴ ഒന്നുമില്ല, ഭയങ്കര വെയിലായി, ദേശമെല്ലാം വരൾച്ച കൊണ്ട് നിറഞ്ഞു. അപ്പം റോസയുടെ ചിറകുകളെല്ലാം എന്ത് ചെയ്തു, ഇലകളെല്ലാം വാടാൻ തുടങ്ങി. അതിൻ്റെ ഇതളുകളെല്ലാം ഇങ്ങനെ കരിയാൻ തുടങ്ങിയപ്പം ഒരു പക്ഷി വേഗത്തിൽ ഇങ്ങനെ പറന്ന് കാക്ടസിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് കൊത്തി അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇതിൻ്റെ കാക്ടസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. വളരെ വിഷമത്തോടും മാനസാന്തരത്തോടെ റോസ് കാക്ടസോടെ ചോദിച്ചു, ചേട്ടാ എനിക്ക് അല്പം വെള്ളം തരാമോ? ആ വേനൽക്കാല അവസ്ഥയിലായിരിക്കുന്ന ആ റോസിന് ഇത് വെള്ളം കൊടുത്ത് സഹായിച്ചു. ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒരു നല്ല കാലമുണ്ട്. അതുകൊണ്ട് നല്ലതല്ല എന്ന് മറ്റുള്ളവരെ പുച്ഛമായി കാണരുത്. മറ്റുള്ളവരെ ഞാനാണ് ബെസ്റ്റ്, അവൻ കൊള്ളരുതാത്തവൻ. കാരണം ഒരു കാലം വരും, നീ വെറുക്കുന്ന വ്യക്തി നിന്നെ സഹായിക്കേണ്ട ഒരു സമയം വരും. അതുകൊണ്ട് യാതൊരു മനുഷ്യനെയും ഏതൊരു വ്യക്തിയെയും പുച്ഛമായിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, കാണരുത്. വചനം ഇപ്രകാരം പറയുന്നു, ഭോഷൻ്റെ വായിൽ കമ്പത്തിൻ്റെ വടിവുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വേദനിപ്പിക്കാൻ പറ്റും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ബന്ധങ്ങളെ തകർക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മരുമക്കളെ എന്ത് ചെയ്യാൻ പറ്റും, പരിഹസിക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ അമ്മായിയമ്മയെ കുറ്റപ്പെടുത്താൻ കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മരുമക്കളെ വിധിക്കാനും നമ്മുടെ അമ്മായിയമ്മയെ മോശമായി സംസാരിക്കാനും കഴിയും. ശ്രദ്ധിക്കേണ്ടതാരാ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. ഈ യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാവരും വീട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ ഇവരെല്ലാവരും വളരെ ഡീസൻ്റാണ്, മര്യാദക്കാരാണ്. ദേശത്തിലും നാട്ടിലും സഭയിലും എല്ലാം വളരെ മിടുമിടുക്കന്മാരുമാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഗോയിങ് ബാക്ക് ടു ഈജിപ്റ്റ്. എഗിപ്തിലേക്ക് പോയ അവസ്ഥയാണ്. പിറുപിറുപ്പും പരദൂഷണവും, കുറ്റം പറയുക, കുറ്റം കണ്ടുപിടിക്കുക, കുത്തി സംസാരിക്കുക, എങ്ങനെയെങ്കിലും ചെറുതായി കാണുക. പക്ഷെ സഭയിൽ വരുമ്പം നമ്മൾ എന്ത് അച്ചടക്കത്തോടെ ഇരിക്കുന്നു. നമ്മളൊരു കടയിൽ പോകുമ്പോൾ എന്ത് അച്ചടക്കത്തോട് സംസാരിക്കുന്നു. ഹോട്ടലിൽ പോകുമ്പം 5 അല്ല 10 മിനിറ്റ് താമസിച്ചാൽ സാരമില്ല എന്ന് പറയുന്നു. പക്ഷെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരാൻ 1 മിനിറ്റ് താമസിച്ചാൽ മതി, വായിലിരുന്ന് സ്വർണ്ണ വാക്കുകളാണ് വരുന്നത്. ചെലമ്പുന്ന ഒച്ചയും സ്നേഹിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, സമാധാനത്തോടിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജ്ഞാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ലിവ്, ചില സമയത്ത് നിങ്ങളുടെ വായിലിരുന്ന് വരുന്ന വാക്കുകൾ പറയാതെ നിങ്ങൾ തന്നെ ചവച്ച് തിന്നേണ്ടത് വരും. അതാണ് ജ്ഞാനി. വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയരുത്. യു ഹാവ് ടു ഈറ്റ് യുവർ ഓൺ വേർഡ്സ് ആൻഡ് ച്യൂ യുവർ ഈഗോസ്. നിൻ്റെ അകംഭാവത്തെ എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തരുത്. അത് നീ തന്നെ എന്ത് ചെയ്യണം, ചവച്ച് അതിനരച്ച് നീ തന്നെ തിന്നോളണം. ആൻഡ് സോളോ യുവർ പ്രൈഡ്. നിൻ്റെ അഹങ്കാരവും നീ പുറത്ത് കാണിക്കാൻ പാടില്ല. അവസാനം നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റായിട്ട് നീ ഞാനാണ് തെറ്റുകാരൻ നീ അംഗീകരിച്ചാലും ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. മനസ്സിലാകുന്നുണ്ടോ? നീ മോശക്കാരനാണ്, നീ തെറ്റാണ് എന്ന് മറ്റുള്ളവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം നീ അംഗീകരിച്ച് സമ്മതിക്കുക. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ഇറ്റ് ഈസ് ഗ്രോയിങ്. അതുകൊണ്ട്
ശ്രദ്ധിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജ്ഞാനത്തോട് ജീവിച്ചാൽ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആ ഭാഗങ്ങൾ, ആ സദൃശ്യവാക്യ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, സാമർത്ഥ്യമുള്ള സ്ത്രീ അല്ലെങ്കിൽ ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനത്തെ എന്ത് ചെയ്യുന്നു? പണിയുന്നു. അപ്പോൾ പണിയെടുക്കുന്ന സ്ഥലം എപ്പോഴും അഴുക്കാവും. അഴുക്കാവാത്ത സ്ഥലമില്ല, അല്ലേ? അപ്പോൾ പണിയെടുക്കുന്ന സ്ഥലം അഴുക്കാവുമോ ഇല്ലയോ? അപ്പം ജ്ഞാനമുള്ള സ്ത്രീ പണിയുമ്പോൾ ഷീസ് ബിൽഡിങ്, അവൾ പണിതുകൊണ്ടിരിക്കുക. പണിതെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അഴുക്കുണ്ടാവും. അഴുക്കുണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? പണിയാതെ ഇരിക്കാൻ പറ്റുമോ? നോ. പുരുഷനായാലും സ്ത്രീ ആയാലും വി ഹാവ് ടു ബിൽഡ് അവർ ഹൗസ്. ശ്രദ്ധിച്ച് കേൾക്കണം. പണിയുന്ന സ്ഥലത്ത്, പണിയപ്പെടുന്ന സ്ഥലത്ത് എപ്പോഴും വേസ്റ്റ് പ്രോഡക്ട്സ്, അഴുക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നല്ല പണിക്കാരെന്ത് ചെയ്യുമെന്നറിയാമോ? വരുന്ന ഈ വേസ്റ്റിനെ അല്ലെങ്കിൽ അഴുക്കിനെ എപ്പോഴും അവൻ എന്ത് ചെയ്യും? മാറ്റി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. കാരണം അവൻ പണിയുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കും. അതാണ് യഥാർത്ഥത്തിൽ. ഇല്ല, പണിയെടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പണി ചെയ്യുന്ന സ്ഥലം അഴുക്കാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പണിയാതെ ഇരിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരിക്കലും പണിയാതെ ഇരിക്കരുത്. വി ഹാവ് ടു ബിൽഡ് അവർ ഹൗസ്. നമ്മുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അമ്മായിയമ്മയുണ്ട്. വി ഹാവ് ടു ബിൽഡ് അവർ ഹൗസ്. ഇന്ന വ്യക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് പണിയാതെ ഇരിക്കാൻ കഴിയത്തില്ല. വി ഹാവ് ടു ബിൽഡ്. അപ്പോൾ പണിയുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും. ആരെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ കൈ പിടിച്ചിട്ട് കണ്ടോ ഇന്നയാളുടെ വേസ്റ്റ് എന്ന് പറയാറുണ്ടോ? ഇല്ല. ഞാൻ അതിനൊരു നല്ലൊരു ഉദാഹരണം പറയാം. കാലങ്ങൾക്ക് മുൻപ് ഈ ഇപ്പോഴെല്ലാം നെൽക്കതിരുകൾ അല്ലെങ്കിൽ കറ്റ വെട്ടിക്കൊണ്ടൊന്ന് ഇങ്ങനെ കാളയെ അതിൻ്റെ മോൾ മിതിക്കുന്നത് ഞാൻ ഇപ്പോഴൊന്നും കണ്ടിട്ടില്ല. പിള്ളേർക്കൊക്കെ പറഞ്ഞാൽ എത്ര മാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വയൽ കൃഷി ഉണ്ടായിരുന്നു. വയലിലിരുന്ന് കൊയ്ത്ത് കഴിയുമ്പോൾ ഈ കറ്റകളെല്ലാം കൊണ്ട് ഞങ്ങളുടെ മുറ്റത്ത് വിരിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് വിരിക്കുക. അതിൻ്റെ മുകളിൽ കാളയെ കെട്ടി എന്ത് ചെയ്യും? മിതിക്കാൻ തുടങ്ങും. എന്തിനാണ് മിതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെൽ കറ്റകളെല്ലാം എന്ത് ചെയ്യണം? അതിൽ നിന്ന് വേർതിരിക്കാൻ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കറിയാം കാള അല്പം നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചാണകം ഇടുമെന്നറിയുന്നത് കൊണ്ടിട്ട് നമ്മൾ കാളയെ കയറ്റാതെ ഇരിക്കുമോ? ഇല്ല, നമ്മൾ കാളയെ കയറ്റി അടിക്കുമ്പം ഇതെന്ത് ചെയ്യും? അല്പം നേരം കഴിയുമ്പോൾ ഇത് ചാണകം ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് കുറച്ച് വൈക്കോലിൽ അതിനെ പിടിച്ച് മാറ്റിയിടും. ആരെങ്കിലും പാത്രത്തിൽ പിടിച്ചിട്ട് കണ്ടോ എൻ്റെ കാള തൂറി എന്ന് പറഞ്ഞ് നടക്കാറുണ്ടോ? ഇല്ല. പക്ഷെ പല ഭവനങ്ങളിലും പണി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാള പണിതുകൊണ്ടിരിക്കുമ്പം അത് ചാണകം വിട്ട് കഴിഞ്ഞാൽ അതിനെ വൈക്കോലും കൊണ്ടെടുത്ത് മാറ്റിയിടാതെ അതിനെ പാത്രത്തിൽ പിടിച്ച് പാത്രത്തിലെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് നാട്ടുകാരോട് കാണിച്ച് നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ദയവായിട്ട് ദൈവസഭയോട് ഞാൻ പറയട്ടെ, അത് നല്ലതല്ല. പണിസ്ഥലത്ത് എപ്പോഴും വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും. ട്രൈ ടു കീപ് യുവർ ഹൗസ് ക്ലീൻ ആൻഡ് നീറ്റ്. ഇത് സഭയ്ക്ക് പുറത്തുള്ള സന്ദേശമല്ല, ഇത് സഭയുടെ ഉള്ളിലുള്ള സന്ദേശമാണ്. ഇത് നിങ്ങൾക്കും എനിക്കുമുള്ള സന്ദേശമാണ്. കീപ് യുവർ ഹൗസ് ക്ലീൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇറ്റ് വിൽ ബി ഇൻ ദ യൂട്യൂബ്. വീട്ടിൽ പോയി വീണ്ടും കേൾക്ക്. ഞാൻ ഈ ഭാഗം വായിക്കുന്നവരും ദൈവം എന്നോട് ഒത്തിരി ഇടപെട്ട ഭാഗങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നാം എപ്പോഴും ക്രിസ്തുവുക്കുൾ ജീവിക്കുന്ന ഒരു മനോഭാവം ഉള്ളവരായിരിക്കണം. ക്രിസ്തുവുക്കുൾ ജീവിക്കുന്ന, ക്രിസ്തുവാൽ നയിക്കപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരായി, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന. ഹല്ലേലൂയ. ഓരോ ദിവസവും ആത്മീയ ജീവിതം വർധനയ്ക്കായുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മറ്റുള്ളവരെ പരിഹസിക്കാതെ, കുറ്റം പറയാതെ, കുറ്റം കണ്ടുപിടിക്കാതെ, ഹല്ലേലൂയ, സ്നേഹത്തോട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായ ഭവനത്തെ അതിമനോഹരമായി പണിതെടുക്കാനാണ് ദൈവം നിങ്ങളെയും എന്നെയും വേർതിരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആരെ ആശ്രയിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം പക്ഷികളെല്ലാം പറന്ന് വന്ന് കൊമ്പുകളിൽ വന്നിരിക്കും. പക്ഷികൾക്ക് ഒരു പേടിയില്ല കൊമ്പ് ഒടിയുമോ ഇല്ലയോ എന്ന്. കാരണം എന്താണെന്നറിയാമോ? അത് ആശ്രയിക്കുന്നത് അത് ഇരിക്കുന്ന കൊമ്പിനെയല്ല, അത് ആശ്രയിക്കുന്നത് അതിൻ്റെ ചിറകിനെ. പലപ്പോഴും നമ്മൾ ആരുടെ മുൻപിലായിരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് വിചാരങ്ങളുണ്ട്. അയ്യോ വന്നല്ലോ, അമ്മായിയമ്മ വന്നല്ലോ എൻ്റെ മുമ്പിൽ, ഞാനിപ്പോൾ ഇരിക്കുന്നത് മരുമകളുടെ മുമ്പിലാണല്ലോ. വിചാരപ്പെടുമ്പോഴാണ് വിഷമങ്ങൾ. ഓർത്തോളം, യു ഹാവ് ഗോട്ട് യുവർ ഓൺ വിങ്സ് ടു ഫ്ലൈ. ആമേൻ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം മറ്റുള്ളവരെ കലക്കാനല്ല, മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, മറ്റുള്ളവരെ കലക്കാനല്ല, മറ്റുള്ളവരെ പരിഹസിക്കാനല്ല, മറ്റുള്ളവരെ വേദനയിലാക്കാനല്ല, മറ്റുള്ളവരെ കുഴപ്പിക്കാനല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, അതിനെ കീഴ്പ്പെട്ട് അനുസരിച്ച് നടക്കുന്നവൻ ഹല്ലേലൂയ ജ്ഞാനിയായി തീരും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ജീവിതം ക്രമീകരിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എപ്പോഴും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് കള്ളം പറയാതെ ജീവിക്കണം. നിങ്ങൾ കള്ളം പറഞ്ഞാൽ ബന്ധങ്ങൾ നഷ്ടപ്പെടും. ബന്ധങ്ങൾ, ഇഫ് യു വാണ്ട് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് വിതിൻ യുവർ ഫാമിലി, നെവർ ടെൽ ലൈസ്. ഒരിക്കലും കള്ളം പറയല്ലേ. ഒരിക്കൽ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയോടെ കളിച്ചുകൊണ്ടിരുന്നു. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ പെൺകുട്ടിയുടെ കയ്യിൽ കുറേ സ്വീറ്റ്സ് ഇരുന്നത് കണ്ടു. കുറേ മുട്ടായിരിക്കുന്നത് കൊണ്ട് ഇവന് ഭയങ്കര ഇഷ്ടമായി. ഇവൻ ആ മുട്ടായിനെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇവനെന്തെങ്കിലും കൊടുത്താലേ അവൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ കുറച്ച് മാർബിൾ ഉണ്ടായിരുന്നു. ഇവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ മാർബിളെല്ലാം തരാം, നീ നിൻ്റെ കയ്യിലിരിക്കുന്ന മുട്ടായെല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അവളെ അറിയാതെ 3 നല്ല ഇവന് ഇഷ്ടമുള്ള മാർബിളിനെ മാറ്റി ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അവൾക്ക് കൊടുത്തു. അവൾ കയ്യിലിരുന്ന എല്ലാ മുട്ടായി ഇവന് കൊടുത്തു. രണ്ടുപേരും അവരവരുടെ വീട്ടിൽ പോയി. അവൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങി. അവന് ഉറക്കം വരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവന് സംശയം, അവൾ നല്ല മുട്ടായി മാറ്റി വെച്ചിട്ടാണ് ഇവന് കൊടുത്തതെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് മോശക്കാരൻ? ബന്ധങ്ങൾ തകരാൻ കാരണം, രാത്രിയാമങ്ങളിൽ ശരിക്കും ഉറങ്ങാൻ കഴിയാത്ത കാരണം നമ്മുടെ വാക്കുകൾക്ക് വിശ്വസ്തതയില്ല, നമ്മുടെ വാക്കുകൾക്ക് സത്യസന്ധതയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വാക്കുകളെല്ലാം സത്യസന്ധതയാണോ? ഇല്ല. ചില സമയങ്ങളിലും സാഹചര്യങ്ങളും നമ്മൾ കള്ളം പറയുന്ന സമയമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങളെടുത്ത് നിങ്ങൾ അറിയാവുന്ന വിഷയം ആരെങ്കിലും ഒരാൾ ഇന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ, അത് എന്താണെന്ന് വിഷയം ചോദിച്ചു വന്നാൽ, നിങ്ങൾ അറിയാവുന്ന വിഷയമാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് പറയും? എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞോളൂ, എനിക്ക് ആ വിഷയം അറിയാം, പക്ഷേ എനിക്ക് താങ്കളോട് പറയാൻ താല്പര്യമില്ല എന്നെപ്പോഴെങ്കിലും ജീവിതത്തിൽ പറയാൻ തൻ്റെ ഇടമുണ്ടായിട്ടുണ്ടോ? അതാണ് യഥാർത്ഥ സത്യമായ ജീവിതം. നമുക്ക് മറ്റുള്ളവരോട് കോംപ്രമൈസ് ചെയ്യാൻ വളരെ എളുപ്പമോ, പക്ഷേ സത്യസന്ധതയോട് ജീവിക്കുന്നതാണ് ദൈവസന്നിധിയിൽ ഉത്തമമായ കാര്യം. അതുകൊണ്ട് ജ്ഞാനമോട് ജീവിക്കണമെങ്കിൽ സത്യസന്ധതയുള്ളവരായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തോട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ വചനം വീണ്ടും പറയുന്നു, ഗോ ഫ്രം ദ പ്രസൻസ് ഓഫ് ഫൂളിഷ് മാൻ. മൂഢൻ്റെ മുൻപിൽ നിന്ന് മാറി അവൻ്റെ മുൻപിൽ ഒരിക്കലും. കാരണം അവൻ്റെ മൂഢനെ സംബന്ധിച്ച് അവൻ ദൈവഭയമില്ലാത്തവനാണ്. ദൈവത്തെ ഒട്ടും ഭയമില്ലാത്തവൻ, ബഹുമാനിക്കാത്തവൻ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒട്ടും പ്രമാണിക്കാൻ ആഗ്രഹിക്കാത്തവനാണ് മൂഢൻ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ദൈവത്തെ ഭയപ്പെടാത്തവൻ്റെ മുൻപിൽ നിന്ന് നീ എന്ത് ചെയ്യണം? പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം തീർച്ചയായിട്ടും സഹായിക്കും, നിശ്ചയം. അതുകൊണ്ട് നേരോട് ജീവിക്കുന്നവർ നന്മ പ്രാപിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാലങ്ങൾക്കും സമയങ്ങൾക്കും മാറ്റം വരാം. അതിന് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു സംഭവം പറഞ്ഞു തരാം. നമുക്കറിയാം, പക്ഷികളെല്ലാം ഉറുമ്പിനെ തിന്ന് നടക്കും. ഇതൊരു ഉറുമ്പിനെ പോലും ബാക്കി വയ്ക്കത്തില്ല. കാണുന്ന ഉറുമ്പുകളെല്ലാം തിന്ന് നടക്കും. പക്ഷേ അതേ പക്ഷി മരിക്കുമ്പോൾ ആ ചത്തുപോകുന്ന പക്ഷിയെ തിന്നുന്നത് ആരാന്നറിയാമോ? ഈ ഉറുമ്പുകൾ. അതുകൊണ്ട് കാലങ്ങൾക്കും സമയങ്ങൾക്കും മാറ്റം വരാം. കഴിയുന്നവരും അടുത്തവരെ വേദനിപ്പിക്കാതെ ജീവിച്ചാൽ അത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ആരോഗ്യവാനായിരിക്കുന്ന നിങ്ങൾ നാളെ രോഗിയായി മാറുമ്പോൾ മരുമക്കൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്താ സൈലന്റ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർ യു ബ്ലെസ്ഡ്? ആർ യു ബ്ലെസ്ഡ്? അല്ലെങ്കിൽ ഞാൻ നിർത്താൻ പോവുക. ആർ യു ബ്ലെസ്ഡ്? താങ്ക് യു. ശ്രദ്ധിക്കണം, നിങ്ങളോട് ദൈവം ക്ഷമിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങളെ ദൈവം സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങളുടെ കഷ്ടകാലത്ത്
ദൈവം നിങ്ങളെ സഹായിച്ചതുപോലെ മറ്റുള്ളവരുടെ കഷ്ടകാലത്തെയും സഹായിക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. പാപികളായി ജീവിച്ച നിങ്ങളോട് ദൈവം കൂട്ടായ്മ പുലർത്താൻ തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ നിങ്ങളും മറ്റുള്ളവരോട് കൂട്ടായ്മ ആചരിക്കാൻ കടപ്പെട്ടവരാ. അല്ലെങ്കിൽ വചനം പറയുന്നു, ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. മുടിഞ്ഞു പോകുന്ന ഭവനങ്ങളെ ശോധന ചെയ്താൽ അറിയാൻ പറ്റും. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികളെല്ലാം മുറിവേൽപ്പിക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഹല്ലേലൂയ വാക്കുകളായിരിക്കും. പക്ഷെ തിരുവചനം വീണ്ടും പറയുന്നു, ദ ടെന്റ് ഓഫ് ദ അപ്രൈറ്റ് വിൽ ഫ്ലറിഷ്. നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. ആരുടെ കൂടാരം തഴയ്ക്കും? നേരായി നടക്കുന്നവർ, ജ്ഞാനത്തോട് നടക്കുന്നവർ, അപ്രൈറ്റായിട്ട് നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. പലപ്പോഴും നാം നടക്കുന്ന വഴികളെ നാം പരീക്ഷിക്കാറില്ല. ഓരോ ദിവസവും നാം നടന്നു പോയ അല്ലെങ്കിൽ നടക്കുന്ന വഴികളെ പരീക്ഷിച്ചൊന്ന് ശോധന ചെയ്താൽ നമുക്കൊരു മനോഹരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കാൻ കഴിയും. പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തു, ഓ ഇന്ന വ്യക്തി നല്ല വ്യക്തിയാണെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതിനൊരു നല്ലൊരു ഉദാഹരണം പറയാം. ആരെങ്കിലും നമ്മളെ പൊക്കി പറയുമ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പൊങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരിക്കൽ ഒരു കൊതുക് ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് പറക്കാൻ പോയി. പറന്നിങ്ങനെ അപ്പം പറഞ്ഞിടാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഇവൻ കറങ്ങി അടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് സന്ധ്യയായപ്പം തിരിച്ച് അപ്പൻ്റെ അടുക്ക് വന്നു. അപ്പം ചോദിച്ചടാ എങ്ങനെടാ ഉണ്ടെന്ന്. അടിപൊളിയായിരുന്നു അപ്പം എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചു. ഇല്ല, എന്നെ കാണുമ്പോൾ ജനങ്ങളെല്ലാം കൈയടിക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോനെ ശ്രദ്ധിച്ചോ, കൈയടിച്ചത് നിന്നെ കണ്ടപ്പം അവർ സെലിബ്രേറ്റ് ചെയ്തതല്ല, നിന്നെ കൊല്ലാൻ വേണ്ടി. അതുകൊണ്ട് ശത്രു വരുമ്പോൾ ഒരിക്കലും വാളോടെ വരത്തില്ല, ചിരിച്ചോണ്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ നാട്ടുകാരോ വീട്ടുകാരോ പൊക്കുമ്പോൾ നീ പൊങ്ങാതെ ഇരിക്കുന്നത് നല്ലതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നല്ല മനുഷ്യനോ തൻ്റെ നടപ്പിനാൽ തൃപ്തി വരും. നമുക്ക് ഈ ലോകത്തിൽ ധനമോ സ്ഥാനമോ സമ്പത്തോ ഇതൊന്നും തരാത്ത തൃപ്തി നമുക്ക് എവിടെ നിന്ന് പ്രാപിക്കുന്ന അറിയാമോ? നമുക്കൊരു നല്ല നടപ്പ് നടന്ന ഒരു നല്ല മനുഷ്യനായി നടന്ന. എങ്ങനെ നമുക്ക് നല്ലൊരു മനുഷ്യനായി നമുക്ക് നടക്കാൻ കഴിയും? മാനസാന്തരത്തോട് ജീവിക്കുന്നവൻ, തൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുന്നവൻ, വേദനയോട് ജീവിക്കുന്നവരെ സഹായിക്കുന്നവൻ, വികാരങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുന്നവൻ, തുറന്ന മനസ്സുള്ളവൻ, വിശ്വസ്തൻ, തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവൻ, ലീഡിങ് ഹിസ് ലൈഫ് ബൈ ആൻ എക്സാമ്പിൾ, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ, കരുതുന്നവൻ, പാലിക്കുന്നവൻ, അനുകമ്പമുള്ളവൻ, കൊടുക്കുന്നവൻ, സഹായിക്കുന്നവൻ, അംഗീകരിക്കുന്നവൻ, പരാതി പറയാത്തവൻ, ഇവനാണ് നല്ലവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല മനസ്സോട് നല്ല മനസാക്ഷിയോട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് സഹകരിക്കാനുമുള്ള മനോഭാവത്തോടു കൂടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നാം അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യമുണ്ടാവണം. ഒരു നല്ലൊരു മനുഷ്യനായി, ഒരു ജ്ഞാനിയായിട്ട്, താഴ്മയുള്ളവനായിട്ട് ജീവിക്കാൻ നമുക്ക് ലക്ഷ്യമുണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കാരണം ഒരിക്കൽ ഒരു തവള ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്നു. ചുറ്റിലും ഒത്തിരി തവളകളുണ്ടായിരുന്നു. ഈ തവളകളൊക്കെ ചോദിച്ചിട്ട്, നീ എന്താണ് അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്നത്? ഇല്ല, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറാൻ പോകുന്നു. അവിടെ നിന്നപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ എൻ്റെ മുകളിൽ കയറാൻ പോകാമെന്ന്. ചുറ്റുമുള്ള നിന്ന് എല്ലാ തവളകളും പറഞ്ഞു, ഇല്ലടാ നീ കയറത്തില്ല, കയറിയ താഴെ വീഴും, ഉറപ്പ് നിന്നെ കൊണ്ട് കയറത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അങ്ങ് കയറി അങ്ങ് അറ്റം വരെ എത്തി. ആ മരത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തി. തവളകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. തവളയോട് ചോദിച്ചത്, നീ എങ്ങനെയാടാ കയറിയെന്ന്? അല്ല, അവരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചല്ലോ എന്ന്. യഥാർത്ഥത്തിൽ തവളയ്ക്ക് എന്തോ ഇല്ലായിരുന്നു? കേൾവിയില്ലായിരുന്നു. ഇത് എല്ലാവരും ഇങ്ങനെ കയറത്തില്ല എന്ന് ഒച്ചപ്പാടുമ്പോൾ വെച്ചപ്പോൾ ഇത് വിചാരിച്ചു കൂടെ നിൽക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അടുത്തുള്ളവർ എന്ത് പറയുന്നല്ല വിഷയം. എന്ത് വിഷയം പറഞ്ഞാലും നിങ്ങളത് നോക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ അച്ചീവ് യുവർ ഗോൾ ഇൻ യുവർ ലൈഫ്. ആമേൻ. മറ്റുള്ളവരല്ല നിൻ്റെ ലക്ഷ്യത്തെ തീരുമാനിക്കേണ്ടത്. ലോകത്ത് ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കപ്പിൾ ആരാന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പ്രകാരം പറഞ്ഞു, ആദാമും അവയുമാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പം അവയ്ക്ക് അമ്മായിയമ്മയില്ല എന്ന് പറഞ്ഞു.
പുരുഷന്മാരും ഒത്തിരി സംസാരിക്കുന്നവരുണ്ട്, പക്ഷേ പൊതുവേ പുരുഷന്മാർ ഒത്തിരി സംസാരിക്കുന്നില്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. പുരുഷന്മാരോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ന് പറയും, അതോടെ തീരും. പക്ഷേ സ്ത്രീകളോട് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ ഒരു സ്ത്രീയോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, ആന്ന് പാസ്റ്ററെ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ റിലയൻസിൽ പോയപ്പം അവിടെ നല്ല പൊടിയരി കണ്ടു, അത് ഞാൻ വാങ്ങിച്ചു. ഉച്ച കഴിഞ്ഞ് ഞാൻ ചേലാട്ടിൽ അവിടെ ഒരു മില്ലുണ്ടല്ലോ, അവിടെ ഞാൻ അരയ്ക്കാൻ കൊടുത്തു. അരച്ചിട്ട് ഞാൻ അതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ തന്നെ എഴുന്നേച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പുറത്തെടുത്ത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് നേരത്തെ പോയി, കാരണം ജോലി തിരക്കായതുകൊണ്ട് നേരത്തെ പോകണം. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഭാര്യ അവിടെ ഭർത്താവ് ക്യാൻറ്റീനിലിരുന്ന് കഴിച്ചെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഭർത്താവിന് നാളെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും ചുട്ട ഇഡ്ഡലിയെല്ലാം മക്കളെല്ലാം കഴിച്ചില്ല. മൂത്ത മോൻ 2 ഇഡ്ഡലി കഴിച്ചു, രണ്ടാമത്തെ മോൻ കൊച്ചുമക്കളൊക്കെ കഴിച്ചു. അവർ കഴിച്ചെന്നിട്ടും ബാക്കിയുണ്ട്. ഞാൻ അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചു. ചോദിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലയെന്ന്. പക്ഷേ കഥ തുടങ്ങിയത് തലേദിവസം രാവിലെ റിലയൻസ് ഫ്രഷിൽ തുടങ്ങിയ കഥ പറഞ്ഞു തീർന്നില്ല. അതുകൊണ്ട് കഴിയുന്നവരെ സംസാരം യഥാർത്ഥത്തിൽ റിലയൻസിൽ പോയ കാര്യം ഞാൻ അറിയേണ്ട ആവശ്യമില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ആ മാവ് ഏത് ഫ്രിഡ്ജിൽ വെച്ചു, എവിടെ വെച്ചു, എങ്ങനെ ഉണ്ടാക്കി അറിയില്ല. നിനക്ക് വിശപ്പുണ്ടോ ഇല്ലയോ, നീ കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം. ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. പിന്നെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ചോദിക്കണം. അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കുക, ജ്ഞാനത്തോടെ ജീവിക്കുക. ഞാൻ ഈ കഥ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരും ചിലർ ഇങ്ങനെ സംസാരിക്കാറുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചില കഥകളെല്ലാം പറയാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. യു ഷുഡ് റിയലൈസ് വെയർ യു ആർ. നിങ്ങൾ സഭയിലിരിക്കുന്ന ഭയഭക്തി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കാണിക്കണം. ഇവിടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ഭവനത്തിലും കാണിക്കണം. ഇവിടെ മാത്രമല്ല എൻ്റെ യേശുവുള്ള, നിങ്ങളുടെ ഭവനത്തിലും യേശുവുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല യേശു അവിടെ വെളിപ്പെടുന്നത്, നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും യേശുവിൻ്റെ കരം നിങ്ങളുടെ പുറകിലുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളിലും ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരമാണ്. അവരുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ട്, എല്ലാമുണ്ട്, എല്ലാ ചടങ്ങുകളും കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ ജീവിതം ഒരിക്കലും കൃത്യമായിട്ട് ക്രമീകരിക്കത്തില്ല, ശോധന ചെയ്യത്തില്ല. അവരുടെ ധാരണ രാവിലെ 2 പാട്ടുപാടി വൈകിട്ട് 2 ഒച്ചപ്പാടും ബഹളവും വെച്ച് കഴിഞ്ഞാൽ കർത്താവോട് വെളിപ്പെടും. ഒരിക്കലും വെളിപ്പെടത്തില്ല. ജ്ഞാനത്തോട് ജീവിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിശ്ചയം. അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യത്തോട് ജീവിക്കുവാണെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ലക്ഷ്യബോധമുള്ളവർ ജ്ഞാനത്തോട് ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ ആ ഭാഗം എക്ലേഷ്യാസിസ് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ തൊട്ട് വായിച്ചപ്പോൾ ഒരു ചെറിയൊരു ഉപമ, നല്ലൊരു ഉപമ. ചെറിയൊരു കുടുംബത്തിൽ ഒരു വലിയൊരു പ്രശ്നം വന്നു. അവർക്ക് മുമ്പോട്ടോ പിമ്പോട്ടോ അനങ്ങാൻ കഴിയാതെ ഗോപുരങ്ങളും കോട്ടകളും പണിതു. എന്നിട്ടും കുടുംബത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു, സാധുവായ ജ്ഞാനി. അവൻ മുഖാന്തരം അവൻ കുടുംബത്തെ രക്ഷിച്ചത് മാത്രമല്ല, അവൻ്റെ ജ്ഞാനം ആ കുടുംബത്തിന് ഒരു വിലയും കൊടുത്തില്ല. അതുകൊണ്ട് കുടുംബത്തിൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല നിങ്ങൾ കാണേണ്ടത്, ഹൗ യു റിയാക്ട് ഇൻ യുവർ ഹൗസ്. മറ്റുള്ളവരെ വിധിക്കാനല്ല ഈ ശുശ്രൂഷ. ഹൗ യു ആർ ഗോയിങ് ടു റിയാക്ട് ഇൻ യുവർ ഹൗസ്. നിങ്ങളെങ്ങനെയാണ് തീരാൻ പോകുന്നത്? നിങ്ങളൊരു ജ്ഞാനിയായിട്ട് നിങ്ങളുടെ ഭവനത്തിലിരിക്കാൻ കഴിയുമോ? നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും നിങ്ങളെ തന്നെ ശോധന ചെയ്ത്, വാക്യം അങ്ങനെയാണ് പറയുന്നത്, സാധുവായ ജ്ഞാനി എന്ത് ചെയ്തു? ആ ദേശത്തെ രക്ഷിച്ചു. അവനൊരിക്കലും മറ്റു ജനങ്ങളെയോ അവൻ്റെ കുടുംബക്കാരെയോ ബന്ധക്കാരെയോ ആ ദേശത്തെ രാജാവിനെയോ ഭരണാധികാരികളെയോ ഒന്നും കുറ്റം പറയാൻ പോയില്ല. ഇവൻ തൻ്റെ ജ്ഞാനത്താൽ ആ വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിൽ വഴി നടത്തിയതുപോലെ ഞാനൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ നമ്മളെല്ലാവരും ബുദ്ധിശാലികളാണല്ലോ. ബുദ്ധിയില്ല എന്ന് പറയുന്ന ആരാ ഉള്ളത്? നമ്മളെല്ലാവരും ബുദ്ധിശാലിയാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അറിയത്തില്ലെങ്കിലും നമ്മൾ അറിയാമെന്ന് സാധിപ്പിക്കുന്നവരാണ്. ഒരിക്കൽ ഒരു ബുദ്ധിശാലി, പുള്ളിക്കൊരു കഴുത വാങ്ങണമായിരുന്നു. പുള്ളി കഴുത വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയപ്പോൾ പുള്ളിയുടെ കയ്യിൽ നല്ല പണം ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിയും ഉണ്ടായിരുന്നു. പുള്ളി എല്ലാം നല്ല സെലക്ട് ചെയ്ത് ഒരു നല്ലൊരു കഴുതയെ വാങ്ങിച്ചു. വളരെ ആരോഗ്യമുള്ള ഒരു മനോഹരമായ ഒരു കഴുതയെ വാങ്ങിച്ചിട്ട് പുള്ളി അത് കയറെ കെട്ടി വീട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പം പുള്ളി എന്ത് ചെയ്തു? മുമ്പിൽ നടന്നു, കഴുതയെ ബാക്കിൽ വെച്ചു. കാരണം നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു പുള്ളി എന്ത് ചെയ്തു? പുള്ളി അങ്ങ് മുമ്പിൽ നടന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം 2 കള്ളന്മാർ കണ്ടു. കൊള്ളാമല്ലോ, ഈ കഴുതയെ ഇവൻ
പുറകിലാണല്ലോ വെച്ചിരിക്കുന്നത്, ഇതിനെ മോഷ്ടിക്കാൻ വളരെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കള്ളൻ മറ്റേ കള്ളനോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന കയറിനെ ഊരി ഞാൻ നിൻ്റെ കഴുത്തിലേക്കിടും, ഞാൻ കഴുതി എന്ത് ചെയ്യും, കൊണ്ട് വിറ്റ് കാശാക്കി കളയാമെന്ന് പറഞ്ഞു. അവൻ മറ്റേ കള്ളൻ സമ്മതിച്ചു. അങ്ങനെ ഒരു കള്ളൻ എന്ത് ചെയ്തു, കഴുതയുടെ കഴുത്തിൽ കിടക്കുന്ന കയറെ അഴിച്ച് മറ്റേ കള്ളൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് അവൻ കഴുതിയായിട്ട് സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ബുദ്ധിശാലി എന്ത് ചെയ്തു, ഒന്ന് തൊട്ട് നോക്കി. കഴുത പാവമാണോ, നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മൃഗങ്ങളെയൊക്കെ ഒന്ന് തൊട്ട് തടകാനല്ലേ, ഇങ്ങനെ തടകാനായിട്ട് കൈയൊക്കെ വെച്ച് നോക്കിയപ്പം ആൾ മാറിപ്പോയി. പുള്ളി തിരിഞ്ഞ് നോക്കിയപ്പോൾ കഴുതയെ കാണാനില്ല, പകരം ഒരു മനുഷ്യനാണ്. ഇവൻ പറഞ്ഞ്, സാറേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ്, സാറേ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇച്ചിരി വഴക്കാഴിയായിരുന്നു. അമ്മായിയമ്മയെ തെറി പറഞ്ഞപ്പോൾ അമ്മായിയമ്മ എന്നെ കഴുതാന്ന് വിളിച്ചപ്പോൾ ഞാൻ കഴുതയായിട്ട് മാറി. ഉടനെ അവൻ എന്നെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് അച്ചായൻ എന്നെ വന്ന് വാങ്ങിക്കുന്നത്. അച്ചായൻ ഭയങ്കര ബുദ്ധിശാലിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ച് മനുഷ്യനായിട്ട് മാറി. പുള്ളിക്ക് കുറച്ചുകൂടെ നെകളോ അഹങ്കാരമോ, ശരിയാണല്ലോ, ഞാൻ ആരാണ്, ബുദ്ധിശാലിയാണ്. ഉടനെ അവൻ ഉപദേശിക്കാൻ തുടങ്ങി, ഇനി തൊട്ട് നീ അമ്മയോട് വഴക്കിടരുത് കേട്ടോ, മര്യാദയ്ക്കിരുന്നോളാം, സാരമല്ല. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന കയറ് ഊരിയിട്ട് അവനെ തിരിച്ചു വിട്ടു. പിറ്റേ ദിവസം ഈ ബുദ്ധിശാലി വീണ്ടും കഴുത വാങ്ങിക്കാൻ എവിടെ പോയി, ഇവൻ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ പോയപ്പോൾ അതേ കഴുത അവിടെ നിൽക്കുക. ഇവൻ ആ കഴുതയുടെ അടുത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, പല പ്രാവശ്യം പറഞ്ഞു വിട്ടു, ഒരിക്കലും അമ്മായിയമ്മയോടെ പോയി എന്ത് ചെയ്യരുത്, നീ വഴക്കിടരുത്. നീ അനുഭവിച്ചോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിന്നെ വാങ്ങിക്കുന്നില്ല. മാർക്കറ്റിൽ നിന്നവരെല്ലാവരും കിടന്ന് ചിരിച്ചു. അവർക്ക് സംഭവം അറിയാം മാർക്കറ്റിൽ നടന്നവർ, കാരണം തലേ ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിശാലി എന്ന് വിചാരിച്ച് നടക്കുന്ന പലരും പലരുടെ ഭവനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് അത് നാറാൻ തുടങ്ങുന്നത്. നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞ് ബുദ്ധിശാലി ഞാനാണ്, എനിക്കെല്ലാം അറിയാമെന്നുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങളെ തന്നെ താഴ്ത്തി ഞാനൊന്നുമല്ല, ദൈവിക ആലോചന പ്രകാരം ദൈവ ഇഷ്ടപ്രകാരം കുടുംബത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ പുരയ്ക്കകത്ത് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവും. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാ വ്യക്തികൾക്കും ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ആദ്യത്തെ പേജും അവസാനത്തെ പേജും കർത്താവ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ പേജ് നിൻ്റെ ബർത്ത്ഡേയാണ്, അവസാനത്തെ പേജിൽ നിൻ്റെ ഡെത്ത് ഡേറ്റും ദൈവം കുറിച്ച് കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്ക് ഒത്തിരി എംപ്റ്റി പേജസ് ഉണ്ട്. ഹൗ യു ആർ ഗോയിങ് ടു ഫിൽ ഇറ്റ്, എങ്ങനെയാണ് നിങ്ങളതിനെ നിറയ്ക്കാൻ പോകുന്നത്? കയ്പും പകയും ഭിന്നതയും കൊണ്ടാണ് എഴുതി നിറയ്ക്കാൻ പോകുന്നത്? ഇല്ല, സ്നേഹവും സന്തോഷവും സമാധാനവും പരോപകാരവും കൊണ്ടുള്ള ആ മനോഹരമായ ചിത്രങ്ങൾ നിറഞ്ഞ ജീവിതമാണോ നിങ്ങൾ അതിൽ നിറയ്ക്കാൻ പോകുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലെറ്റ് us stand up. This is a wonderful time that you can humble yourself and you can നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ച് മനസ്സിലാക്കി, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ ശോധന ചെയ്ത് എവിടെയാണ് വീണുപോയത്, എവിടെയാണ് പരാജയപ്പെട്ടു പോയത്, എവിടെയാണ് നാറ്റം, എവിടെ ഇരുന്ന നാറ്റം വരാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഹൗ വൈ ഇറ്റ് കെയിം, അത് വീട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ അത് എടുത്ത് മാറ്റേണ്ടതായിരുന്നു. പക്ഷേ അത് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് വന്നു. ഇറ്റ് ഈസ് നാട്ടുകാരുടെ പ്രോബ്ലം അല്ല, പാസ്റ്ററിൻ്റെ പ്രോബ്ലം അല്ല, അത് സഭയുടെ പ്രോബ്ലം അല്ല, അത് ഭവനത്തിൻ്റെ ഉള്ളിൽ പാർക്കുന്നവരുടെ പ്രോബ്ലം തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ പണിയുമ്പോൾ, നിങ്ങളുടെ ഭവനം പണിയുമ്പോൾ പണി സ്ഥലത്ത് വേസ്റ്റ് ഉണ്ടാവാതെ ഇരിക്കത്തില്ല. ശ്രദ്ധിക്കുക, wherever there is construction there will be waste product. അവിടെ പൊടിയും ഹല്ലേലൂയ അവിടെ വേസ്റ്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, എല്ലാ വീടുകളിലും അകത്ത് വേസ്റ്റ് വരുമ്പോൾ അതിനെ ഓരോ ദിവസവും അത് ക്ലീൻ ചെയ്ത് അത് ഇടേണ്ട സ്ഥലത്ത് ഇടുന്നത് പോലെ ജീവിതത്തിൽ ഹല്ലേലൂയ കുടുംബത്തെ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ, when you start building your house, when you start building your family, when you start building your children, നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ പണി തുടങ്ങുമ്പോൾ അവിടെ വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും നിശ്ചയം.
അതിനെ പാത്രത്തിലല്ല പിടിക്കേണ്ടത്, അതിനെ വൈക്കോലിൽ പിടിച്ച് ഇടേണ്ട സ്ഥലത്ത് ഇട്ട് വീണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ കറ്റയുടെ മേളിൽ മിതിക്കേണ്ടതാണ്. വീണ്ടും നീ തുടർന്ന് പണിയേണ്ടവനാണ്. ഹല്ലേലൂയ. ചാണകം ഇടുമെന്ന് പറഞ്ഞ് കാളയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഓരോ വ്യക്തികൾക്കും ഓരോ പണിയുണ്ട്. അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും നിന്ന് ചെയ്താൽ മാത്രമേ നമ്മുടെ വീട് മനോഹരമായി തീരത്തുള്ളൂ. നിന്റെ ഭവനം മനോഹരമായി തീരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ജ്ഞാനത്തോട് ജീവിക്കാൻ പഠിക്കുക. നീ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിൽ പ്രത്യാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഹല്ലേലൂയ, മടങ്ങിവാ, മാനസാന്തരത്തോട് മടങ്ങിവാ. ഹല്ലേലൂയ, നീ പ്രാപിച്ച അറിവ് ഇന്നു മുതൽ ജ്ഞാനത്തോട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ മടങ്ങിവാ. ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബുദ്ധിശാലിയായ പുരുഷനെ പോലെ ജീവിക്കാതെ, ബുദ്ധിശാലിയായ ചെറുക്കനെ പോലെ ജീവിക്കാതെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഹല്ലേലൂയ, ആ പട്ടണത്ത്, ആ ചെറിയ പട്ടണത്ത്, ഹല്ലേലൂയ, സാധുവായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകൾക്ക് വിലയില്ലായിരുന്നു, പക്ഷെ അവൻ്റെ ജ്ഞാനത്തിന് വില ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകൾക്ക് ബലമില്ലായിരുന്നു, അവന് സ്ഥാനമില്ലായിരുന്നു, അവന് മാനമില്ലായിരുന്നു, ഹല്ലേലൂയ, ഒന്നുമില്ലായിരുന്നു, അവന് പേരില്ലായിരുന്നു, പുകഴ്ചയില്ലായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പരിഹാരം അവൻ്റെ പക്കലുണ്ടായിരുന്നു. കാരണം അവൻ ജ്ഞാനമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരിക്കാം, പക്ഷെ ജ്ഞാനമുണ്ടായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബലമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിലും ബലമില്ലെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാളി എന്നുള്ളത് മറന്നു പോകരുത്. Let us come back. യഥാസ്ഥാനത്തേക്ക് കടന്നു വരാം. യഥാസ്ഥാനത്തിലേക്ക് മടങ്ങി വരാം. രക്ഷിക്കപ്പെട്ട പ്രിയജനമേ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പോഷത്വം കാണിച്ചതുപോലെ കൈപ്പുള്ളവരായി, പിറുപിറുക്കുന്നവരായി, പരിഹസിക്കുന്നവരായി ജീവിക്കാതെ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ ജ്ഞാനത്തോടും അച്ചടക്കത്തോടും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ആരാണ് നല്ല മനുഷ്യൻ? മാനസാന്തരത്തോട് ജീവിക്കുന്നവൻ, കേൾക്കാൻ വേഗതയുള്ളവൻ, വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൻ, തുറന്ന മനസ്സുള്ളവൻ, തന്നെത്താൻ ശോധന ചെയ്യുന്നവൻ, തൻ്റെ കുറവുകളെ തിരിച്ചറിയുന്നവൻ, ലീഡ് ഹിസ് ലൈഫ് ബൈ എക്സാമ്പിൾസ്, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ, കരുതുന്നവൻ, പരിപാലിക്കുന്നവൻ, അനുകമ്പത്തോട് മറ്റുള്ളവരെ ചേർക്കുന്നവൻ. പക്ഷെ ദുഷ്ടന്മാരോ അവരുടെ വീട് മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. The home of wicked will be overthrown. The home of wicked will be overthrown. മുടിഞ്ഞു പോകാൻ അനുവദിക്കരുത്. നമ്മുടെ ഭവനങ്ങൾ മുടിഞ്ഞു പോകാൻ അനുഭവിക്കരുത്. പക്ഷെ വചനം പറയുന്നു, the tent of the upright will flourish. നേരായി നടക്കുന്നവരുടെ ഭവനം തഴയ്ക്കും. നീതിയോട് നടക്കുന്നവരുടെ ഭവനം തഴയ്ക്കും. ജ്ഞാനത്തോട് നടക്കുന്നവരുടെ ഭവനം, അവരുടെ കൂടാരമോ തഴയ്ക്കും. ശ്രദ്ധിക്കുക. ഗോ away from the presence of foolish man. മൂഢന്റെ മുൻപിൽ ഇരുന്ന് നീങ്ങിപ്പോ. You are always precious to God. Keep in your mind. നീ എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടവനാ. അതുകൊണ്ട് നിന്റെ വാക്കുകൾ വിലപ്പെട്ട വാക്കുകളായിരിക്കട്ടെ. നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവനാണല്ലോ. അതുകൊണ്ട് നിന്റെ ഓരോ പ്രവൃത്തികളും വിലപ്പെട്ട പ്രവൃത്തികളായി തീരട്ടെ. The lips of the wise will preserve them. ജ്ഞാനിയുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളും.
എല്ലാ തിന്മയിൽ നിന്നും കാത്തുകൊള്ളും, എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും കാത്തുകൊള്ളും. ജ്ഞാനിയുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളും, എല്ലാ പ്രയാസത്തിൽ നിന്ന് കാത്തുകൊള്ളും. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം പണിയാതിരിക്കരുത്, പണിയെടുക്കാതിരിക്കരുത്. പണിയെടുക്കുന്ന സ്ഥലത്ത് വേസ്റ്റ് ഉണ്ടാവും. നമ്മളെ തന്നെ താഴ്ത്താം ദൈവസന്നിധിയിൽ. രണ്ട് കരങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ നീട്ടിപ്പിടിക്കാം. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ കുറവുകളെ നീക്കണമേ. ഞാൻ മാനസാന്തരത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ, ഞാൻ കുറവുള്ളവനെന്ന് തിരിച്ചറിയാൻ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ പല അറിവുകളും ഉണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ ജ്ഞാനമില്ലാത്തവനായി ജീവിക്കാനിടയായി. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ, എന്നെ തന്നെ ഞാൻ താഴ്ത്തുന്നു. ഒരു ജ്ഞാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ പരമേൽപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ജ്ഞാനമുള്ള വാക്കുകളായി തീരട്ടെ, എൻ്റെ പ്രവൃത്തികൾ ജ്ഞാനമുള്ള പ്രവൃത്തികളായി തീരട്ടെ. എല്ലാം ജ്ഞാനമുള്ള, ഹല്ലേലൂയ, ശാന്തമുള്ള, സമാധാനമുള്ള, സ്നേഹമുള്ള, അനുകമ്പമുള്ള ഇടപാടുകളായി തീരട്ടെ.